നമസ്കാരം. ഹാപ്പി ഈസ്റ്റർ. ഈ ഹാപ്പി ഈസ്റ്റർ എന്ന് കേൾക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് സന്തോഷം മാത്രമല്ല, വിജയസാധ്യതയും കൂടിയാണ്. മരണത്തെക്കാൾ വലിയതാണ് ജയമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ദിവസമല്ലേ ഇന്ന്. കുരിശിന്റെ വഴിയിലൂടെ കടന്നു വന്ന് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ദിവസം, അതല്ലേ ഈസ്റ്റർ. ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചു. വെള്ളപ്പൊക്കം മൂലം ഒന്നും ചെയ്യാനാകാതെ തൻ്റെ കുഞ്ഞുമായി പട്ടിണി കിടക്കുമ്പോൾ ആ അമ്മ ഹൃദയവേദനയോടെ നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചു, ഈശ്വരാ, ഞങ്ങളെയും കൂടെ രക്ഷിക്കണമേ എന്ന്. ദൈവം ആ പ്രാർത്ഥന കേട്ടു. അവർ രക്ഷപ്പെട്ടു. പിന്നീട് അവർ ദൈവവിശ്വാസികളായി മാറി. ഈ വിശ്വാസം തന്നെയല്ലേ ഉയർപ്പിന്റെ സൈക്കോളജി എന്ന് പറയുന്നത്. മരണമേ നിന്റെ ജയം എവിടെ? പാതാളമേ നിന്റെ ശക്തി എവിടെ? എന്തൊരു ഗംഭീരമായ ചോദ്യം അല്ലേ. ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ, കഷ്ടതകൾ, ദുരിതങ്ങൾ, തോൽവികൾ, അതിൻ്റെ ഇരുണ്ട നിഴലിൽ നിന്ന് ഉയർപ്പിന്റെ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദിവ്യ ദിനമാണിന്ന്. പ്രതീക്ഷയുടെ ദിനം. മരിച്ചുപോയ പ്രതീക്ഷകൾക്ക് പുതിയ സ്പന്ദനം നൽകുന്ന ദിനം. സ്നേഹത്തിന്റെ കുരിശ്, വിശ്വാസത്തിന്റെ കല്ലറ, അതാണല്ലോ നമ്മെ ജീവിപ്പിക്കുന്നത്. മരണം തോറ്റു, ജീവിതം അല്ലെങ്കിൽ ജീവൻ രക്ഷിച്ചു, ജീവൻ വിജയിച്ചു. അതാണ് ഉയർപ്പ്, അതാണ് ഈസ്റ്റർ. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞത് ചുരുക്കം. പ്രതികൂല സാഹചര്യമാണ് നന്മ കണ്ടുപിടിക്കാൻ നമ്മെ സഹായിക്കുന്നത്. യാതൊരു സംശയവുമില്ല. നല്ല കാലം പലപ്പോഴും തിന്മകളാണ് കണ്ടെത്താറുള്ളത്. ഈ കാര്യത്തിൽ എനിക്കും അനുഭവം ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. നാം ഭയപ്പെടുന്നത് ചെയ്യുമ്പോഴാണ് ആത്മവിശ്വാസം നമ്മളിൽ മെച്ചപ്പെടുന്നത്. എല്ലാ പ്രശ്നങ്ങളും ഉത്സാഹത്തോടെ നേരിടണം. നമ്മുടെ നിലനിൽപ്പ് തന്നെ അതിലാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നെടുമ്പാറ ഇൻസ്പിറേഷൻ 3 ഏവർക്കും സ്വാഗതം. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.